ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 5, ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ്. എല്ലാ സ്കൂളുകളിലും ടീച്ചേഴ്സ് ഡേ ആഘോഷിക്കാറുണ്ട്. ഇന്ന് ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് എനിക്ക് നിങ്ങളോട് തരാനുള്ള ഏകത ഉപദേശമാണ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പലർക്കും ഇപ്പോഴും മടിയുണ്ടെന്ന് എനിക്ക് അറിയാം. അതിൽ നിന്ന് നിങ്ങൾ എന്തായാലും പുറത്തേക്ക് വരണം. വന്നിട്ട് എന്തായാലും നിങ്ങളിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് തുടങ്ങും. ഞാൻ നേരത്തെ മുമ്പത്തെ വീഡിയോയിൽ തന്നെ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷിൻ്റെ. അതൊക്കെ നിങ്ങൾ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മുൻകൈ എടുത്തിട്ട് വേണം മുന്നിലോട്ട് വന്നിട്ട് ഇംഗ്ലീഷ് പഠിക്കാനുള്ള താല്പര്യം കാണിക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതുപോലെ നല്ല രീതിയിലൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കുക. ഓക്കെ. അതുപോലെ തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ കോൺവെക്കേഷൻ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ അതാണ് നമുക്ക് ഇംഗ്ലീഷ് കുറേ കൂടി പഠിക്കാനായിട്ട് എളുപ്പമായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കും നല്ലപോലെ തന്നെ ഇന്നോട്ട് നിങ്ങൾ വിചാരിച്ചാൽ ഇന്നോട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഇന്നോട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് ആൾക്കാർ എന്തോ പറയും, അവർ ഏത് രീതിയിൽ എടുക്കും എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നിങ്ങളുടെയും കൂടി ആവശ്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് പഠിക്കാനായിട്ടാണ് പലർക്കും താല്പര്യമുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ പോവുകയാണെങ്കിൽ തന്നെ മെയിനായിട്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യുന്ന ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. ഏത് രാജ്യത്ത് പോയാലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ഇംഗ്ലീഷ് മുൻകൈ എടുത്ത് പഠിച്ച് തുടങ്ങണമെന്നാണ് ഇന്നത്തെ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഉപദേശം. നിങ്ങളെല്ലാവരും മുൻകൈ എടുത്ത് മുന്നോട്ട് വരികയാണ്. ഓക്കെ. അപ്പോൾ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും മുൻകൈ എടുത്ത് ഇന്ന് തൊട്ട് തന്നെ ഒരു ശപഥം പോലെ എടുത്ത് ഇംഗ്ലീഷ് പഠിക്കും എന്നുള്ള ഉറച്ച തീരുമാനത്തോടെ വേണം എല്ലാവരും നിൽക്കാനായിട്ട്. അതിനായിട്ട് നിങ്ങൾക്കിപ്പം പഠിക്കാനായിട്ട് പല വഴികളും ഉണ്ട്. നേരത്തെ ഞാൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കാരണം വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ കോൺഫിഡൻസിൻ്റെ പ്രശ്നമാണെങ്കിലും അതും നിങ്ങൾക്ക് ഈസി ആയിട്ട് പരിഹരിക്കാം. മിറർ ചെയ്താൽ മതി. കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് നിന്നിട്ട് നിങ്ങൾ തന്നെ ഇംഗ്ലീഷിൽ തന്നെ ഓരോന്ന് സംസാരിച്ച് നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂട്ടാവുന്നതേ ഉള്ളൂ. അതും വലിയ പ്രശ്നമല്ല. ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസായിപ്പോൾ ഓക്കെ, സ്റ്റുഡൻസായിട്ട് നാളെ നിങ്ങൾ ജോലിക്ക് പോകുമ്പോഴായിരിക്കും നിങ്ങൾ ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. കാരണം വെച്ചാൽ ജോലിക്ക് പോകുമ്പോൾ പല ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോഴത്തേക്കും ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ബാങ്കിൽ കയറുകയാണെങ്കിലോ, സപ്പോസ് ഇപ്പോൾ നിങ്ങൾക്ക് മുംബൈയിലെ ഏതെങ്കിലും ആൾക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് 2 ലാംഗ്വേജ് ആയിരിക്കും. ഒന്ന് ഹിന്ദി, ഒന്ന് ഇംഗ്ലീഷും. ഹിന്ദി എല്ലാവർക്കും വഴങ്ങിയെന്ന് വരത്തില്ല. അപ്പോൾ അതിന് പകരമായിട്ടാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ നിങ്ങൾക്കത് ഇംഗ്ലീഷ് പറയാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ സംസാരിച്ച് നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് പറ്റും, ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട്. ഇപ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പലർക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിലും തിരിച്ച് പറയാനായിട്ടാണ് പ്രശ്നമുള്ളത്. അതുകൊണ്ട് നമ്മളത് പഠിച്ച് തുടങ്ങണം. ഇപ്പോൾ അവർ പല കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കതിന് ഉത്തരം മനസ്സിലുണ്ടെങ്കിലും നമുക്കത് പുറത്ത് പറയാനായിട്ട് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. എന്ത് ഉത്തരമാണ് നമ്മൾ ഇതിന് നൽകേണ്ടത് എന്ന് നമുക്ക് ആലോചിച്ചുകൊണ്ടേയിരിക്കും. പലരുടെ പ്രശ്നമാണത്. അവർക്കുള്ളിലുണ്ട് ഇതിങ്ങനെ തന്നെ പറയണമെന്ന്, പക്ഷെ പറയാനായിട്ട് പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം അവർക്ക് പേടിയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ ഞാനിങ്ങനെ പറയുമ്പോഴത്തേക്കും പറയുന്നത് ശരിയാണോ, അതോ ഇനി അവർ തെറ്റായിട്ടാണോ എടുക്കുക, നമ്മൾ പറയുമ്പോൾ നമ്മളെ കളിയാക്കുമോ എന്ന പല ചിന്തകൾ മനസ്സിൽ വരുന്നതുകൊണ്ട് അവർ തന്നെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമുക്കത് പ്രശ്നമായിട്ട് തോന്നത്തില്ല. എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ പഠിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ പഠിക്കുന്ന പിള്ളേർക്ക് അതിപ്പോൾ ആയിട്ട് തോന്നത്തില്ല. കാരണം വെച്ചാൽ അവർ പഠിക്കുകയല്ലേ. ജോലിക്ക് പോകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ കുറേ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. എന്തൊക്കെയായാലും ശരി, നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് ഇംഗ്ലീഷ് പഠിക്കണം. ഓക്കെ. അതാണ് ഇന്നത്തെ ടീച്ചേഴ്സ് ഡേ ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഉപദേശം. ഓക്കെ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ടീച്ചേഴ്സ് ഡേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ. ബൈ. സീ യു എവരിവൺ.